Audio Jungle. Audio Jungle. ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് കറി നോക്കിയാലോ? അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ഒരു പൗഡർ തയ്യാറാക്കുക, ഒരു മസാല പൗഡർ. അപ്പം അതിന് വേണ്ടത് നല്ല ജീരകം, സ്റ്റാർ, കുരുമുളക്, മല്ലി, പിന്നെ പട്ട, ഗ്രാമ്പൂ എന്നുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒന്ന് ഫൈൻ ഒത്തിരി ആക്കണ്ട, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് വറ്റൽമുളക് ഇടുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ചെറിയ വറ്റൽമുളക് ആയതുകൊണ്ട് ഒരു 5-6 എടുത്തിട്ടിട്ടുണ്ട്. വലിയതാണെങ്കിൽ 1-2 മതി കേട്ടോ. പിന്നെ നമ്മൾ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് എണ്ണ ഇട്ടു. എണ്ണ ചൂടായപ്പം ചെറിയുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതെടുത്ത് നല്ലോണം ചോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സവാള എടുത്തിട്ടുണ്ട്, 1.5 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 സവാളയും ചോപ്പ് ചെയ്തിട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും ഇല്ല, ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള മാത്രം എടുത്താൽ മതി. സവാള 2 എടുത്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ ചെറിയുള്ളിയും കൂടി ഇടുമ്പം നല്ലൊരു ടേസ്റ്റാണല്ലോ ചെറിയുള്ളി ഇടുമ്പോൾ. ഇവിടുത്തെ മാൾട്ടയിലത്തെ ചെറിയുള്ളിയാണ് കേട്ടോ. അതിന് കുറച്ച് വലിപ്പമുണ്ട്, അതാണ് നമ്മളൊരു 3-4 എടുത്തത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞ് ചെറിയുള്ളി അല്ലായിരുന്നു. അതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ. പിന്നെ നമ്മുടെ തക്കാളി നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തക്കാളി. കുഞ്ഞ് തക്കാളി എടുക്കണമെങ്കിൽ ഒരു 2 എടുത്തോളൂ. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 2 തക്കാളി റഫ്ലി ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇച്ചിരി കരിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. വേണമെങ്കിൽ നമുക്ക് ഒരു പച്ചമുളക് ഇടാം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് അതിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളകും എടുത്തിടാം. ഒരു 2 പച്ചമുളക്, 2-3 പച്ചമുളക് നീളത്തി അരിഞ്ഞിട്ടിടാം. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട, വേഗം ഇച്ചിരി ഒന്ന് ഉള്ളി വാടാനായിട്ട്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച്. ഇവിടെ ഞങ്ങളുടെ മാൾട്ടയിലത്തെ ഉപ്പായതുകൊണ്ട് വലിയ എന്താ പറയുക, ഇത് കിട്ടില്ല, ഉപ്പിട്ടു എന്ന് തോന്നില്ല. ഒരു 3-4 സ്പൂണെങ്കിലും ഉപ്പ് ഇടേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങളത് കണ്ടിട്ട് ഇതാവണ്ട. നല്ലോണം വഴറ്റി വരട്ടെ. ഇതൊന്ന് വാടുമ്പോഴാണ് ഇനി നമ്മൾ അടുത്ത നമ്മുടെ മെയിൻ താരമായ ബീഫ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് എടുത്തിടുന്നുണ്ട്. ബീഫ് നല്ല കുഞ്ഞ് ക്യൂബ്സായിട്ട്, തീരെ ചെറുതുമല്ല എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യൂബ്സൊക്കെ ആയിട്ട് മുറിച്ചിട്ട് അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഒരു ശകലം ഉപ്പും കൂടെ ആളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ ഇച്ചിരി വെള്ളം ഊരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് മസാലാസ് ഇടാനായിട്ട്, നമ്മുടെ പൊടികൾ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് നമ്മളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും പറയാം കേട്ടോ കമൻസിലൂടെ. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ട് ഉള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എഡിറ്റിങ്ങിലായാലും വീഡിയോ എടുക്കണതിലായാലും. അപ്പോൾ മെല്ലെ മെല്ലെ എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്ത് നമ്മൾ മസാലപ്പൊടികൾ ഇട്ടു. ആദ്യം ഇട്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 2-2.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കാശ്മീരി ചില്ലി പൗഡർ പിന്നെ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോണത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. മല്ലിപ്പൊടി ഒരു 2-2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നോർമൽ മുളക് പൊടിയാണ്. ഇവിടുത്തെ നമ്മൾ മേടിച്ച മുളക് പൊടി നല്ല എരിവാണ്, അതുകൊണ്ട് 1 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. അതാണ് ഞാൻ കറക്റ്റായിട്ട്
അളവുകൾ പറയാത്തത്. എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ടേസ്റ്റും ഒക്കെ വ്യത്യാസമല്ലേ. ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് 1 ടീസ്പൂണോളം മുളക് പൊടിയാണ്. എന്താ വെച്ചാൽ നല്ല എരിവുണ്ട്. പിന്നെ അടുത്തത് ഇടുന്നത് ജീരകപ്പൊടിയാണ് കേട്ടോ. ഓക്കെ, ജീരകം ക്യുമിൻ പൗഡറാണ് ഇട്ടിരിക്കുന്നത്, ജീരകപ്പൊടി. അതും 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൈയളവാണ് ആളുടെ. അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ പറഞ്ഞു തരാൻ. പക്ഷേ 1 ടീസ്പൂണോളം ഉണ്ടെല്ലാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടപ്പോഴേ നല്ല ഒരു കളർ ആയി കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് മസാല പൗഡറാണ് ഇടാൻ പോണത്. അത് ഓപ്ഷണലാണ്, വേണ്ടവരിടുക, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഇല്ലാത്തവർക്ക്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഉള്ള കാരണം അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഊറുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ അപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം. എണ്ണയൊക്കെ ഒന്ന് ഊർന്നു, എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാ അപ്പോഴേക്കും ബീഫ് മസാല പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതാ അത് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ കല്യാണത്തിന് മുന്നേ കഴിക്കാത്തൊരു സാധനമായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ആരും ഇത് കഴിക്കില്ല, ബീഫ്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കഴിക്കും, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉണ്ടാക്കും, കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് ഞാനും കഴിക്കാൻ തുടങ്ങിയത്. എനിക്കിതിൻ്റെ സ്വാദ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ പിന്നെ എനിക്കും ഇഷ്ടമാണ് ബീഫ്, പോർക്ക് ഒക്കെ. ഞാനിതൊന്നും കഴിക്കാത്ത ഒരാളായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാം കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ അടി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത് മസാലയൊക്കെ അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് അത് നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടിച്ച് വെച്ച മസാല. അത് കണ്ടോ, ഇത് വലിയ ഫൈനാക്കി പൊടിച്ചിട്ടില്ല, ഒരു അത്യാവശ്യം ഒരു 2-3 കറക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാ നന്നായിട്ട് അങ്ങനെ ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കത് കുറവായിട്ട് മസാല തോന്നുവാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതാ കുറച്ചും കൂടെ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടെ നമുക്കിതാ പിന്നെയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വിസിലേറ്റണ്ടേ. അപ്പോൾ ഇതാ അതിനകത്തേക്ക് അത്യാവശ്യം 1 ഗ്ലാസ് 1.5 ഗ്ലാസ്സോളം ചൂടുവെള്ളം, പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ. ഓക്കെ, തണുത്ത വെള്ളമൊന്നും ഒഴിച്ച് കളയരുത്. അപ്പം 1-1.5 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 1-1.5-2 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്തത് കുക്കർ അടിച്ച് വെക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, വല്ല ഉപ്പ് കുറവുണ്ടോ, മസാല കുറവുണ്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ഒന്ന് വേണമെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. മസാല വല്ലതും കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ അടിച്ച് ഞങ്ങളൊരു 8 വിസിലോളം. ഉപ്പ് കുറവായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട രഞ്ജിത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് വിസിലടുപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഒരു 8 വിസിലോളം അടുപ്പിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടുത്തെ ബീഫ് കുറച്ചൊന്ന് വേവാൻ ഇത്രയൊന്ന് ഇതായിരുന്നു. അപ്പം 8 വിസിലോളം
കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുക്കറ് ഞങ്ങൾ മാറ്റിയ ശേഷമുള്ള ഒരു സീനാണ് ഇത്. അത് മാറ്റണമൊന്നും കാണിക്കാൻ പറ്റിയില്ല കുക്കറ് ഇത്. അപ്പോൾ ഇതാ കുക്കറ് ആവി 8 വിസിലോളം അടുപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതാ ഇത്ര ആയി. അപ്പോൾ ഇനി നെക്സ്റ്റ് രഞ്ജിത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ എണ്ണയിൽ നല്ല വെളിച്ചെണ്ണയിൽ കേട്ടോ, അതാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകും പിന്നെ വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ഇടാം. ഞങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഉണ്ടായിരുന്നില്ല. തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ട് ഒന്നത് വഴറ്റിയെടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്തേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം ചെറിയ ഉള്ളി, കരിവേപ്പില, വറ്റൽമുളക്, പിന്നെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ മസാല വേണം. എന്താ വെച്ചാൽ ഇവിടെ നല്ല എരിവ് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കുറച്ച് മസാല കുറവായിട്ട് തോന്നി. ഇത് ഓപ്ഷണലാണ്, ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മസാല 1 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബീഫ് കറി ഓൾമോസ്റ്റ് റെഡിയായി. ഓക്കെ, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കേട്ടോ വേണ്ടത്. ഞങ്ങളിതിനെ ഒത്തിരി വഴറ്റിയെടുക്കാൻ പോണില്ല. എന്താ വെച്ചാൽ നമുക്ക് ഗ്രേവി ആയിരുന്നു വേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു നമ്മുടെ കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.